ഹലോ ഗായ്സ്, അപ്പം മക്കൾ രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പം ഇന്ന് എക്സാം കഴിയുവാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് എക്സാം. അപ്പം ലാസ്റ്റ് ഇംഗ്ലീഷാണ്. അപ്പോൾ രണ്ടുപേരും റെഡിയായിട്ട് വണ്ടി കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഓൾ ദ ബെസ്റ്റൊക്കെ കൊടുത്ത് രണ്ടുപേരും ഹാപ്പി ആയിട്ട് കയറുന്നുണ്ട് വണ്ടിയിലോട്ട്. അപ്പോൾ ഇന്നും കൂടെ ഉള്ളു സ്കൂളെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എക്സാം കഴിഞ്ഞൊരു പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് സ്നാക്സ് മാത്രം കൊടുത്ത് വിട്ടാൽ മതി. അപ്പോൾ അവർ സ്കൂളിലോട്ട് പോയതിന് ശേഷം പിന്നെ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടുത്ത ഉച്ചക്കത്തേക്ക് ലഞ്ചൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ അവർ തിരിച്ചെത്തിയിട്ടുണ്ട്. 11:15 ആയപ്പോഴത്തേനും അവരുടെ എക്സാമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടി. അപ്പോൾ അവരുടെ വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് കയറുവാണ്. അപ്പോൾ കയറുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തോ സർപ്രൈസ് ഉണ്ട്, ഒരു സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ് സർപ്രൈസ് എന്ന് നോക്കാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ പറയുന്നുണ്ട് വാ കയറി വാ, ഞാൻ സർപ്രൈസ് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം രണ്ടുപേരും ബാഗൊക്കെ വെച്ചിട്ട് എന്നോട് ഐസൊക്കെ ക്ലോസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഹായ്, ഇത്രയും മുട്ട കിട്ടിയാ? അങ്ങനെ രണ്ടുപേരും സർപ്രൈസൊക്കെ തന്ന് അതൊക്കെ കഴിഞ്ഞ് വീട്ടിനകത്തോട്ട് കയറി. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവരവിടുത്തെ റെഡി ആയിട്ടുണ്ട്. എവിടെ പോകുന്നു? ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയർസ് ആൻഡ് മോർ. ഇനി നമ്മൾ ഓഫീസിൽ പോവാണ്. നമ്മൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഓഫീസിൽ പോവാം. ഇനി നമ്മളെ വീട്ടിൽ സ്വാഗതം. പക്ഷെ എങ്ങോട്ടാണ് പോലെ പ്ലീസ് ഷെയർ സബ്സ്ക്രൈബ്. ഞാൻ കേട്ടിക്കോളാം. ഇതാണ് എൻ്റെ ഡാഡി. ഓക്കെ. ഇതാണ് എൻ്റെ അമ്മ. ഓക്കെ. ഇതാണ് എൻ്റെ പിങ്കി. എൻ്റെ പിങ്കി പിന്നെ നല്ല പിങ്കിയാണ്. അപ്പം മക്കൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരെ വണ്ടിയിലോട്ട് കയറ്റി. അപ്പോൾ ചേട്ടനും ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ചേട്ടനും ഓഫീസിലോട്ട് പോവുകയാണ്. അപ്പോൾ മക്കൾ എങ്ങോട്ടാണ് പോയെന്ന് ആർക്കെങ്കിലും ഇനി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ അവരെവിടെയാണെന്ന് പോയെന്ന്. മനസ്സിലായിട്ടില്ലാത്തവർക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അവരെവിടെയാണ് പോയതെന്ന്. അപ്പോൾ അവരുടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് വന്നു. അപ്പോൾ പിന്നും എനിക്ക് സർപ്രൈസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പിന്നും സർപ്രൈസ്ഡായി. അപ്പം ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. സർപ്രൈസ്.